നവരാത്രിക്ക് മസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഞങ്ങളുടെ വീട്ടിൽ ഈ കടല സുണ്ടൽ. അപ്പോൾ അതാണ് ഇന്നത്തെ റെസിപ്പി. ഇത് നവരാത്രിക്ക് മാത്രമല്ല, 4 മണിക്ക് കാപ്പിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കടല സുണ്ടൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2 കപ്പ് വെള്ളക്കടലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകിയ ശേഷം വെള്ളത്തിലിട്ട് വയ്ക്കാം. ഞാൻ തലേദിവസം രാത്രി വെട്ട് വെച്ചതാണ്. അടുത്ത ദിവസം ഒരു കാലത്ത് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊന്ന് വേവിക്കാനായിട്ട് ഇടാം. ഞാനൊരു കുക്കറിലോട്ട് മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ കടല മുങ്ങുന്ന ഒരു 1/4 ഭാഗം മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. ആവി വന്ന ശേഷം വിസിലിട്ട് കൊടുക്കാം. 4 വിസിലാണ് ഞാൻ വേവിച്ചെടുത്തത്. ഓരോ കടലയുടെയും വേവ് ചിലപ്പോൾ വ്യത്യാസം വരാം. തീരങ്ങ് കുഴഞ്ഞു പോകരുത്. എന്നാൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുകയും വേണം. പ്രഷർ കംപ്ലീറ്റ് മാറിയ ശേഷം കുക്കർ തുറന്ന് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. അതിൽ കംപ്ലീറ്റ് വെള്ളവും വാർന്ന് കിട്ടണം. ഒരു അരമണിക്കൂർ ഇതുപോലെ തന്നെ വെച്ചിരിക്കാം. അടിയിലൊരു പാത്രം വെക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. കംപ്ലീറ്റ് വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കടല നല്ലപോലെ വെന്തിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞിട്ടുമില്ല, എന്നാൽ നല്ല സോഫ്റ്റുമായിട്ടുണ്ട്. ഇനി താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വയ്ക്കുക. ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ നല്ലപോലെ ചൂടായ ശേഷമാണ് കടുകും ചേർക്കേണ്ടത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലപോലെ പൊട്ടുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. വറ്റൽമുളകൊക്കെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് 2ആയിട്ടോ 3ആയിട്ടോ നിങ്ങൾക്ക് കീറി ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയും വേണം. 3 തണ്ട് കറിവേപ്പില നല്ലപോലെ അരിഞ്ഞ ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത്രയും കറിവേപ്പില ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി കറിവേപ്പില നല്ല ക്രിസ്പ് ആകുന്നവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിരുന്നാൽ മതി. കറിവേപ്പില നല്ല ക്രിസ്പായി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഊറ്റി വെച്ച കടല ചേർത്ത് കൊടുക്കാം. കടലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയും ഒക്കെ കടലയിൽ നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവസാനം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് നോക്കിയ ശേഷം നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിലും താഴെയാണ് ഞാനിവിടെ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചെറിയ തീയിലിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം മിക്സ് ചെയ്ത ശേഷം ടേസ്റ്റ് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്യരുത്. ഇതിൻ്റെ എല്ലാം ചേർത്ത ശേഷം എല്ലാത്തിനെയും ഒന്ന് പച്ചമണം മാറുന്ന വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മാത്രമേ തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. കുട്ടികൾക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ മുളക് പൊടി ഇത്രയും ചേർക്കണ്ട. മുളക് പൊടിയുടെ അളവിൽ മാത്രം വ്യത്യാസം വരുത്തുക. ഇനി എല്ലാം മിക്സ് ചെയ്ത ശേഷം പച്ചമണം മാറിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ചൂടോടുകൂടി സെർവ് ചെയ്യാം. നിങ്ങൾക്കിത് ചോറിനും ഇതേ രീതിയിൽ തന്നെ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ റെസിപ്പിയുടെ ടിപ്പ് പറയാം. വെളുത്ത കടലയ്ക്ക് പകരം കറുത്ത കടലയും സോയാബീൻ ഒക്കെ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ താളിക്കാനായിട്ട് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് അതിന് പകരം കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. 4 ടേബിൾ സ്പൂൺ തന്നെ എന്ന അളവിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നിവേദ്യത്തിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ടേസ്റ്റ് നോക്കരുത്. ഞാനിവിടെ ഈവനിങ് സ്നാക്കായിട്ടാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ടേസ്റ്റ് നോക്കിയത്. നവരാത്രിക്ക് നിവേദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിവേദ്യം കഴിഞ്ഞ ശേഷം മാത്രം ടേസ്റ്റ് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. കൂടുതൽ നവരാത്രി റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇട്ടാൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക്